പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താ വിഷയം. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം കണ്ട പലരും യേശുവിൽ വിശ്വസിച്ചുവെങ്കിലും അധികാരികൾ കർത്താവിനെ കൊല്ലാനുള്ള ഗൂഢാലോചന ശക്തമാക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അത്ഭുതങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോഴും ഹൃദയം കഠിനമാക്കുന്നവർ ദൈവഹിതത്തിന് തടസ്സമാകാൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ പദ്ധതികൾക്കപ്പുറം പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ലോകരക്ഷ ഒരുക്കുകയായിരുന്നു. കയ്യാപ്പായുടെ വാക്കുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെട്ടത് യേശുവിന്റെ ബലിയിലൂടെ സകല ജനതകളും ഒന്നായി തീരും എന്ന വലിയ സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും മരണതുല്യമായ അവസ്ഥകളിലും പ്രത്യാശയുടെ വെളിച്ചമായി നിൽക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയത്തേക്കാൾ വിശ്വാസത്തിന് മുൻഗണന നൽകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, അവിടുത്തെ സ്നേഹവും കരുണയും തിരിച്ചറിയുന്നവർക്ക് ലൗകികമായ തടസ്സങ്ങൾ ഒരു പ്രതിബന്ധമാവില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായേക്കാം എങ്കിലും കർത്താവ് നൽകുന്ന നിത്യജീവനിലാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനും ഭിന്നതകൾ വെടിഞ്ഞ് ഏക മനസ്സോടെ ദൈവരാജ്യത്തിനായി നിലകൊള്ളാനും ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും നാം പങ്കുചേരുമ്പോൾ കർത്താവിന്റെ ആത്മബലിയെ ധ്യാനിക്കാനും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹപാശത്താൽ ഒന്നു ചേർക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.